ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാകുന്നില്ല. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോണിൽ പിന്നെ ചെറിയൊരു കംപ്ലൈൻറ്റ് കാരണം അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വിഷുവിന് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. വിഷു ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ അത് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ 4 മണി സമയത്ത് നമ്മൾ എണീറ്റ് കണിയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾ പടക്കം പൊട്ടിക്കണൊക്കെ ആണ് കേട്ടോ. ഞാൻ എണീറ്റിട്ട് കണി കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അവർ അപ്പോൾ ആ സമയത്ത് എണീറ്റിട്ട് പിന്നെ അവർ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുറേ നേരം ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും അങ്ങനെ അവർ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ വീഡിയോ അവർ എടുത്തു വെച്ചതാണ് കേട്ടോ. ഞാനങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം കിടക്കാൻ കുറച്ച് വൈകിയത് കാരണം ഞാൻ വേഗം കിടന്നതാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു 4 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് കണിയൊക്കെ കാണൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കിടന്നിറങ്ങി. പിന്നെ രാവിലെ ഇതാ എണീറ്റിട്ട് ബാക്കി കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിക്കൽ തുടയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഇതാ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലേക്ക് പലഹാരമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അത് കാരണം അട പിന്നെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടോ. അപ്പോൾ അട ഉണ്ടാവുക കാരണം പിന്നെ പലഹാരമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ല. ചായ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഞാനിതാ കറി വയ്ക്കാനുള്ളയും ഒക്കെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിഷുവിന് അങ്ങനെ സദ്യയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ചേച്ചിമാരൊക്കെ ഉച്ചയ്ക്ക് വരുന്നുണ്ട് പറഞ്ഞിട്ടോ. ചെറിയ ചേച്ചി ഉച്ചയ്ക്ക് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് വൈകുന്നേരം പോകണം എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അവർ വന്നിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്ന് പോവുകയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവർ ഉച്ചയ്ക്ക് അവരുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാമ്പാറല്ല, മോരുകറി ഉണ്ടാക്കി. അപ്പം മത്തനും ഒരു കുമ്പളങ്ങയുടെ വെള്ളരിക്കയുടെ കഷ്ണമൊക്കെ ഇട്ടിട്ടുള്ള ഒരു മത്തൻ കറിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഇതാ മോരുകറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വറുത്തിടണം. അങ്ങനെ ഇതാ അതൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എണ്ണയും കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് മോരുകറി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങേൻ്റെ ഉള്ള ഒരു പച്ചടി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുമ്പളങ്ങയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അത് അങ്ങോട്ട് കുക്കറിൽ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മോരുകറി ഞാൻ അതിൽ നിന്ന് വേഗം ഒഴിച്ച് വെച്ചു. എന്നിട്ട് പിന്നെ അതിൽ തന്നെയാണ് കേട്ടോ പച്ചടിക്കുള്ള കുമ്പളങ്ങ അത് നുറുക്കിയതൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കണേ. കുക്കറിലേക്കിട്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിക്കുള്ള തേങ്ങയൊക്കെ ചിരവി എടുത്തു. എന്നിട്ട് പിന്നെ അത് വേഗം അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിക്ക് ഒരു പച്ചമുളകും പിന്നെ തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുത്തു. പിന്നെ അതിക്ക് കുറച്ച് മോരും കൂടി തൈരും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി പേസ്റ്റായിട്ട് അരച്ചെടുത്തു. പിന്നെ അതങ്ങനെ ആ കുമ്പളങ്ങയൊന്ന് ആയിക്കഴിഞ്ഞിട്ട് കുക്കറിലൊന്ന് ആയിക്കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറിയിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കടുക് പൊടിച്ചതും കൂടെ അതിക്ക് ചേർത്ത് മിക്സാക്കി കൊടുത്തു. പിന്നെ അതൊന്ന് വറുത്തിടുകയും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ അത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം ചോറായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുപ്പത്ത് അവിയൽ വയ്ക്കാമെന്ന് എഴുതിയിട്ട് വിറകടുപ്പിൽ അങ്ങനെ ചോറ് ഞാൻ ഇന്ന് വാർത്തെടുക്കുക ചെയ്തു കേട്ടോ. അങ്ങനെ ചോറ് വാർത്തെടുത്തു. പിന്നെ ഇതാ അവിയലിനുള്ള ചട്ടിയൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിയലിനുള്ളത് കഴുകിയെടുത്തപ്പോൾ അതിൽ മുരിങ്ങക്കായും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുരിങ്ങക്കായ ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഉണക്കമുളകല്ല മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ അവിടെ കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തീയൊക്കെ നല്ലോണം കത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേഗം വേഗം ആയി കിട്ടും കേട്ടോ. നല്ല വിറകാണ്, അപ്പോൾ അതുകൊണ്ട് തീ വേഗം കത്തുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ആയി കിട്ടും. അങ്ങനെ ഇതാ പൊടികളൊക്കെ ചേർത്തിട്ട് ഞാനതൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതങ്ങനെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചേച്ചി മാത്രമേ ഉള്ളൂ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ചേച്ചി മാത്രം വന്നിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചിയും കൂടി എൻ്റെ കൂടെ അടുക്കളയിൽ ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. ചെറിയ ചേച്ചിയാണ്. അപ്പോൾ ഞാൻ പുളിയിഞ്ചി വെക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ പിഴിഞ്ഞിട്ട് അത് അവിയലായി കഴിഞ്ഞു കേട്ടോ. അവിയലിക്കുള്ള തേങ്ങ അരച്ച് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചേച്ചിമാർ വന്നു. അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും പിന്നെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പാചക പരിപാടികൾക്കൊക്കെ പിന്നെ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുളിയിഞ്ചിക്കുള്ളത് അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ പുളിയിഞ്ചിയുടെ കാര്യമൊക്കെ ചേച്ചി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ അവിടെ ഏട്ടൻ അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ അച്ചാറും ഒന്നും ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ ഉണ്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇവർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുളിയിഞ്ചിയൊക്കെ രാവിലെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ. ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നത്, അതുകൊണ്ട് വേഗം കുതിർന്ന് അങ്ങനെ കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അതാ ചേച്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് അടുപ്പത്തായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാറൊക്കെയുള്ളതും ഒക്കെ ചേച്ചി വറുത്തിടാൻ വേണ്ടിയിട്ട് ഉലുവയും കായൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇഡ്ഡലി ചെമ്പിലുള്ളത് അടയാണ് കേട്ടോ. അപ്പോൾ അത് അട വേവിച്ചിട്ട് അങ്ങനെ മൂടി വെച്ചതാണ്. അങ്ങനെ ഇതാ ചേച്ചിയും കൂടെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സേമിയ പായസം കൂടി ഉണ്ടാക്കാമെന്ന് കൂടി വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഏട്ടനോട് പോയിട്ട് സേമിയ പായസത്തിനുള്ള പാലും ഒക്കെ കൊണ്ടുവരിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി ഇത് അച്ചാറൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ അച്ചാറൊക്കെ ഉണ്ടാക്കിയേ. അപ്പോൾ അതിക്കൊക്കെ ഉള്ള ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാൻ അങ്ങനെ കഴുകി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ കൊത്തമര ഉപ്പേരി വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കണില്ലാന്ന് എഴുതി. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ കൊത്തമരയൊക്കെ നുറുക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി അത് നുറുക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പപ്പടം കാച്ചുള്ളതും കാച്ചിയെടുക്കുന്നുണ്ട്. അങ്ങനെ പപ്പടം കാച്ചിയൊരു കവറിൽ വലിയൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി വന്നാൽ പിന്നെ പണികളൊക്കെ ചടപടേന്നായി വേഗത്തിലായി കിട്ടും കേട്ടോ. ചേച്ചിക്ക് അങ്ങനെയാണ് വേഗം പണികൾ ഇങ്ങനെ ഒരുക്കണം. അപ്പോൾ അതാ ഉപ്പേരിക്കുള്ള അതൊക്കെ ചേച്ചി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉപ്പേരി വെച്ചെടുക്കുന്നുണ്ട്. കൊത്തമരയാണ് കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുളിയിഞ്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവാനായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതായി കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് വറുത്തിടണം. പിന്നെ അടുപ്പത്ത് വേറൊന്നും വെക്കണില്ല കേട്ടോ, കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം അതിന് പിന്നെ ഏട്ടൻ സേമിയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ചേച്ചിയാണ് ഇത്, രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി അത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞതും കാര്യങ്ങളും അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങനെ അടിച്ച് കോരിയെടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കൊത്തമര ഉപ്പേരി അവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുളിയിഞ്ചി ആയിട്ടുണ്ട്, അച്ചാറും ഒക്കെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ പായസം കൊടുക്കുന്നത് വേഗം ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ സേമിയ പായസം ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് വൈകിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ വിഷു ദിവസത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്